എണ്ണയിലൊന്നും മുക്കി പൊരിക്കാതെ വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. നോമ്പ് തുറക്കുമ്പോഴും ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടി പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള പലഹാരമാണ്. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ആദ്യം തന്നെ ഞാനിവിടെ 5 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. ഇത് ആദ്യം പൊട്ടിച്ച് ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. 5 മുട്ടയും പൊട്ടിച്ച് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കൂടെ തന്നെ 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും ആണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇതിലേക്ക് 1/4 ടീസ്പൂൺ വെളുത്തുള്ളി ചെറുതായിട്ട് ചതച്ചെടുത്തതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരുപാട് മസാലകളൊന്നും ഇല്ലാതെ വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന പലഹാരമാണ്. അപ്പോൾ അതാ മുട്ട ആദ്യം ഇതുപോലെ നന്നായിട്ട് തന്നെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഈ ഒരു മുട്ട ആദ്യം ഒന്ന് ചിക്കിയെടുക്കാനാണ് പോകുന്നത്. അപ്പോൾ ഈ ഒരു രീതിക്ക് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അതിനുശേഷം ഒരു പാനിലേക്ക് ഏകദേശം 1 ടേബിൾ സ്പൂണോളം ബട്ടറാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ബട്ടർ ഒന്ന് ഉരുകി വരുമ്പോൾ അതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മുട്ട മുഴുവനായിട്ടും തന്നെ ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു മുട്ട ഒന്ന് ചെറുതായിട്ട് ചിക്കിയെടുക്കാനാണ് പോകുന്നത്. ഇപ്പോൾ സാധാരണ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ അറിയായിരിക്കും മുട്ട എങ്ങനെയാണ് ചിക്കിയെടുക്കുന്നതെന്ന്. അപ്പോൾ കൂടുതലായിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ഒന്നും ചെയ്യുന്നില്ല. മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഇതുപോലെ ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഒരുപാട് അങ്ങനെ ചെറിയ പീസസ് ആയിട്ട് എടുക്കേണ്ട ആവശ്യമില്ല. ഒരല്പം കടിക്കാൻ കിട്ടുന്ന പീസസ് ആയിട്ട് വേണം ഇത് ഉണ്ടാവാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതുപോലെ ഒന്ന് ഇളക്കിയെടുക്കുക. കുറച്ച് സമയം കഴിയുമ്പോഴേക്കും ഈ ഒരു പാകത്തിനായി കിട്ടിക്കോളും. വലിയ വലിയ കഷ്ണങ്ങൾ മാത്രം ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു പാകത്തിനാണ് ഇത് തയ്യാറാക്കിയെടുക്കുന്നത്. ഒരുപാട് ഡ്രൈ ആക്കി എടുക്കാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതങ്ങോട്ട് മാറ്റി വെച്ചതിന് ശേഷം സെയിം പാനിലേക്ക് തന്നെ ഏകദേശം 1.5 ടേബിൾ സ്പൂണോളം ബട്ടർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ബട്ടർ ഒന്ന് ഉരുകി വരുമ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂണോളം വെളുത്തുള്ളി ചെറുതായിട്ട് ചതച്ചെടുത്തതാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്കിത് ബട്ടർ വേണ്ടാന്നുണ്ടെങ്കിൽ റിഫൈൻഡ് ഓയിലും ചേർത്ത് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. പക്ഷേ ബട്ടർ ആകുമ്പോൾ രുചി ഒന്നും കൂടെ കൂടും. മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ച് സോട്ട് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. വെളുത്തുള്ളി നന്നായിട്ടൊന്ന് വഴണ്ട് വരുമ്പോൾ അതിലേക്ക് ഒരു ചെറിയ സവാള ചെറുതായിട്ട് അരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരുപാട് വലുപ്പമുള്ള സവാളയൊന്നുമല്ല, നന്ന ചെറിയ സവാളയാണ് എടുത്തിരിക്കുന്നത്. അത് ഇതുപോലെ പൊടിയായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വീണ്ടും മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഒന്ന് ചെറുതായിട്ട് സോട്ട് ചെയ്യാം. ഒരുപാട് അങ്ങനെ ഗോൾഡൻ ബ്രൗൺ കളർ ഒന്നും ആക്കേണ്ട ആവശ്യമില്ല. ഒരു ചെറിയ ക്രഞ്ചിനെസ് വേണം. ഇപ്പോൾ ഇതും നന്നായിട്ടൊന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. അതിലേക്ക് ഇനി നമ്മൾക്ക് ക്യാപ്സിക്കാണ് ചേർത്ത് കൊടുക്കുന്നത്. കയ്യിലുണ്ടെങ്കിൽ എന്തായാലും ചേർത്ത് കൊടുത്തോളൂ. ഒരു ചെറിയ ക്യാപ്സിക്കം ചെറുതായിട്ട് അരിഞ്ഞതാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ക്യാപ്സിക്കം കയ്യിലില്ല എന്നുണ്ടെങ്കിൽ ഒഴിവാക്കിയാലും കുഴപ്പമൊന്നുമില്ല. വീണ്ടും മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ച് ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. ആ ഒരു ക്യാപ്സിക്കത്തിൻ്റെ ക്രഞ്ചിനെസ് പോകാൻ പാടില്ല. ഒന്നിതുപോലെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മൈദയാണ് ചേർത്ത് കൊടുക്കുന്നത്. മൈദ നിങ്ങൾക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ കോൺഫ്ലോർ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. മൈദ ചേർത്ത് കൊടുത്ത് ലോ ഫ്ലെയിമിൽ വെച്ച് ഒന്ന് നല്ലപോലെ വഴറ്റിയെടുക്കാം. ആ ഒരു മൈദയുടെ പച്ചമണം ഒന്ന് മാറി വരണം. അപ്പോൾ ആ ഒരു രീതിക്ക് ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം ഇതിലേക്ക് 1 കപ്പ് പാലാണ് ചേർത്ത് കൊടുക്കാൻ വേണ്ടി പോകുന്നത്. ഈ ഒരു ഫില്ലിംഗ് നല്ല ക്രീമി ടെക്സ്ചറിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു രീതിക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ദാ 1 കപ്പ് സാധാരണ പാലാണ് ഇവിടെ ചേർത്ത് കൊടുക്കുന്നത്. ഞാൻ ചൂടാക്കിയിട്ടൊന്നുമില്ല. ഫ്രിഡ്ജിൽ വെച്ചിരിക്കുന്ന പാല് അതുപോലെ തന്നെ ഒഴിച്ചു കൊടുത്തിരിക്കുന്നതാണ്. അതിതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതിലേക്ക് എരിവിനായിട്ട് 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ ഏകദേശം 1/4 ടീസ്പൂണോളം പിസ്സ സീസണിംഗ് ആണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇത് കയ്യിലില്ല എന്നുണ്ടെങ്കിൽ ഒഴിവാക്കിയാലും കുഴപ്പമൊന്നുമില്ല. ഏകദേശം 1/2 ടീസ്പൂണോളം ഉപ്പും കൂടെ ഇവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം വീണ്ടും ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് മീഡിയം ഫ്ലെയിമിൽ വെച്ച് കുറച്ച് സമയത്തേക്ക് നന്നായിട്ട് തന്നെ ഒന്ന് കുക്ക് ചെയ്യുക. അത് ഒന്ന് ക്രീമി ആയിട്ടുള്ള ടെക്സ്ചറിലോട്ടേക്ക് ആയി വരും. ഒരുപാട് സമയമൊന്നും എടുക്കില്ല ഇത് ആ ഒരു ടെക്സ്ചറിലേക്ക് ആയി വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ വെച്ച് നല്ലപോലെ തന്നെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. കുറച്ച് സമയം കഴിയുമ്പോഴേക്കും നോക്കൂ, ഇതാ ഈ ഒരു പാകത്തിന് നല്ല ക്രീമി ആയിട്ട് കിട്ടും. ഇത് നമ്മൾ സാധാരണ പാസ്തയൊക്കെ ഉണ്ടാക്കുമ്പോൾ വൈറ്റ് സോസ് ഉണ്ടാക്കണ ആ ഒരു രീതിക്കാണ് തയ്യാറാക്കി എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മുട്ട മുഴുവനായിട്ടും തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നല്ലപോലെ തന്നെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഒന്നിതുപോലെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/4 ടീസ്പൂണിൻ്റെ പകുതിയൊക്കെ ചേർത്തിട്ടുള്ളൂ. ഈ ചേർത്ത് കൊടുത്തിരിക്കുന്ന എരിവൊക്കെ നിങ്ങളുടെ ഇഷ്ടാനുസരണം കൂട്ടുകയും കുറക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. ഇത് അത്യാവശ്യം എരിവ് കാണും. ഈ ഒരു രീതിക്ക് കട്ടിയായിട്ട് വരുന്നത് വരെ വേണം ഇത് കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. നല്ല ക്രീമി ആയിട്ടുള്ള നമ്മളുടെ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ ചൂടാറാൻ വേണ്ടി മാറ്റി വയ്ക്കാം. ഇനി നമ്മൾക്കിവിടെ ആവശ്യമായിട്ടുള്ളത് ബ്രെഡാണ്. ഞാനിവിടെ കുറച്ച് ബ്രെഡ് സ്ലൈസസ് എടുത്തിട്ടുണ്ട്. ഫ്രഷ് ആയിട്ടുള്ള ബ്രെഡ് തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അതിൻ്റെ അരികുകൾ ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഫില്ലിങ്ങിൻ്റെ അളവിൽ ഏകദേശം 14 മുതൽ 15 വരെ ബ്രെഡ് സ്ലൈസസ് നമുക്ക് ആവശ്യമായിട്ട് വരും. അപ്പോൾ അഥവാ നിങ്ങൾക്ക് എണ്ണം കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ മുട്ടയുടെ എണ്ണം കുറച്ചാൽ മതി.
ഇനി ഇത് കവർ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് 2 മുട്ട കൂടെ ആവശ്യമായിട്ടുണ്ട്. അത് പൊട്ടിച്ചൊരു പാത്രത്തിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. കൂടെ തന്നെ 1/2 കപ്പ് പാലും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1/4 ടീസ്പൂണിൻ്റെ അടുത്ത് ഉപ്പ് ചേർത്തിട്ടുണ്ട്. കൂടെ തന്നെ 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും കൂടെ ചേർത്ത് കൊടുക്കാം. ചില്ലി ഫ്ലേക്സ് വേണ്ടാന്നുണ്ടെങ്കിൽ ഒഴിവാക്കിയാലും കുഴപ്പമൊന്നുമില്ല. അതിനുശേഷം ഇത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതുപോലെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു ബ്രെഡിൽ നമ്മൾ ഫില്ലിങ് വെച്ച് കവർ ചെയ്തെടുക്കുമ്പോൾ അരികുകൾ ഒട്ടിക്കാനായിട്ട് മൈദയുടെ ഒരു പേസ്റ്റ് ആവശ്യമായിട്ടുണ്ട്. ഒരു 1-2 ടേബിൾ സ്പൂൺ മൈദ കുറച്ച് വെള്ളത്തിൽ ഈ ഒരു പാകത്തിനൊന്ന് കലക്കിയെടുത്ത് മാറ്റി വെച്ചേക്കും. ഇനി നമുക്ക് ബ്രെഡ് എടുക്കാം. ബ്രെഡ് ഇതുപോലെ ഒന്ന് നന്നായിട്ട് പരത്തിയെടുക്കാം. ഇതുപോലെ പരത്തിയെടുക്കാൻ പറ്റണമെന്നുണ്ടെങ്കിൽ നല്ല ഫ്രഷ് ആയിട്ടുള്ള ബ്രെഡ് തന്നെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇതുപോലെ ഒന്ന് പരത്തിയെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതിൻ്റെ അരികുകളിലേക്കായിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മൈദയുടെ കൂട്ട് നല്ലപോലെ തന്നെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അരികുകൾ നല്ലപോലെ ഒട്ടി നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്തെടുക്കുന്നത്. അപ്പോൾ 4 ഭാഗത്തും ഇതുപോലെ മൈദയുടെ കൂട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നടുവിലേക്കായിട്ട് ആവശ്യത്തിന് ഫില്ലിങ് വെച്ച് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ 1.5 ടേബിൾ സ്പൂണൊക്കെ മതിയാകും. അതിനുശേഷം ഇതിൻ്റെ എല്ലാ ഭാഗവും പിടിച്ച് നല്ല പോലെ തന്നെ ഒന്ന് അമർത്തി സീൽ ചെയ്തെടുക്കുകയാണ് വേണ്ടത്. നമ്മൾ ആ ഒരു അരികിൽ മൈദയുടെ കൂട്ടാക്കിയത് കൊണ്ട് തന്നെ ഇത് ഈസി ആയിട്ട് നമുക്ക് സീൽ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. ഇതുപോലെ ഒന്ന് അമർത്തി കൊടുത്താൽ മതി. അതവിടെ നന്നായിട്ട് പറ്റിപ്പിടിച്ച് നിന്നോളും. ഇതേപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതൊക്കെ റെഡിയാക്കി എടുക്കാം. അതിനുശേഷം ഇത് ഒരുപാട് എണ്ണയൊന്നും ഇല്ലാതെ ഷാലോ ഫ്രൈ ചെയ്തെടുക്കാനാണ് പോകുന്നത്. ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂണോളം എണ്ണ ഒഴിച്ചിട്ടുണ്ട്. എല്ലാ ഭാഗത്തേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബ്രെഡ് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആ ഒരു മുട്ടയുടെ മിക്സിൽ നല്ലപോലെ കോട്ട് ചെയ്തിട്ട് വേണം ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അരികുകൾ ആദ്യം ഇതുപോലെ കോട്ട് ചെയ്തതിന് ശേഷം എല്ലാ ഭാഗവും ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കാം. അതിനുശേഷം ഇത് പാനിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതേപോലെ തന്നെയാണ് ബാക്കിയുള്ളതൊക്കെ ചെയ്തെടുക്കുന്നത്. ഇതുപോലെ വെച്ച് കൊടുത്തതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിത് കുക്ക് ചെയ്യാൻ വേണ്ടി വയ്ക്കാം. ഒരു ഭാഗം നന്നായിട്ട് ഫ്രൈ ആയിട്ട് വരുന്നത് വരെ വെയിറ്റ് ചെയ്യുക. അതിനുശേഷം നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം. ഒരുപാട് ലോ ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. മീഡിയം ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്തെടുത്തോളൂ. ഇതിൽ കാര്യമായിട്ട് വേവാനൊന്നുമില്ല. പുറമേ നമ്മൾ ഡിപ്പ് ചെയ്തെടുത്തിരിക്കുന്ന മുട്ടയുടെ കോട്ടിങ് മാത്രമേ വെന്ത് വരാനുള്ളൂ. ഇതുപോലെ ഒന്ന് തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ അതിൻ്റെ ആ ഒരു അരികുകളും ഇതുപോലെ ഒന്ന് വെച്ചിട്ട് എല്ലാ ഭാഗവും നന്നായിട്ടൊന്ന് മൊരിയിച്ചെടുക്കണം. ഇങ്ങനെ തിരിച്ചും മറിച്ചൊക്കെ വെച്ച് കൊടുത്താൽ മതി. അതുപോലെ തന്നെ ആ ഒരു സൈഡ് ഭാഗവും എല്ലാം ഒന്ന് മൊരിയിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഒരുപാട് സമയമൊന്നും എടുക്കില്ല ഇത് റെഡിയായി കിട്ടാൻ വേണ്ടിയിട്ട്. വളരെ പെട്ടെന്ന് റെഡിയായി കിട്ടിക്കോളും. അതുപോലെ തന്നെ ഇത് ഉണ്ടാക്കിയെടുക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടൊന്നുമില്ല. വളരെ കുറച്ച് എണ്ണ ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ വളരെ ഹെൽത്തി ആയ രീതിയിലാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. നിങ്ങൾ ഈ ഒരു മൈദയുടെ ബ്രെഡിന് പകരം വീറ്റ് ബ്രെഡാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഇതൊന്നും കൂടെ ഹെൽത്തി ആയി കിട്ടിക്കോളും. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മളുടെ പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുക. ഉള്ളിലത്തെ ഫില്ലിങ് നല്ല ക്രീമി ആയിട്ടാണ് ഉണ്ടാകുക. അപ്പോൾ മുട്ട ഉപയോഗിച്ച് വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന ഈ ഒരു പലഹാരം നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ. ട്രൈ ചെയ്ത് ഫീഡ്ബാക്സ് ഒക്കെ പറയാൻ മറക്കരുത്. വീണ്ടും ഒരു നല്ല റെസിപ്പിയുമായി കാണാം.